ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ത്രില്ലർ മൂവി എപ്പോഴും കേൾക്കാൻ ഭയങ്കര രസമാണ്. അതിന്റെ കൂടെ ഒരു ഫണ്ണും കൂടെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം കോമഡി ഉണ്ടെങ്കിൽ ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കുമല്ലേ. അപ്പൊ കഥയെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ കഥയിലെ 6 പെൺകുട്ടികൾ, ഇവരുടെ ജോലി കടലിനടിയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന മുത്ത്, ചിപ്പി ഇതെല്ലാം ശേഖരിക്കലാണ്. ഇന്ന് ഇവരുടെ ജോലി മുന്നോട്ടേക്ക് പോകുന്നില്ല. അതേ സമയത്തിന് ഇവർക്ക് മറ്റൊരു ഓഫർ വരികയാണ്. വലിയ വലിയ ഷിപ്പിൽ നിന്നും ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ കടലിനടിയിലേക്ക് ഇറക്കി വെക്കും. അതെടുത്തു കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുക. തുടക്കമൊക്കെ നൈസായിട്ട് പോവാണെങ്കിലും പിന്നീട് അങ്ങോട്ട് പണികൾ വരാൻ തുടങ്ങി. ഇതിൽ നിന്നും ഈ 6 പെൺകുട്ടികളും രക്ഷപ്പെടുവോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെട്ടുപോവോ? കുറെ ചതിയും അതുപോലെ തന്നെ കുറച്ച് കോമഡിയും ഒരു ഇച്ചിരി ട്വിസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മൂവിയാണിത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോവല്ലേ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പറ്റെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. കഥ നടക്കുന്ന കാലഘട്ടം 1970. ഇപ്പൊ കടലിലേക്ക് ഒരു ബോട്ട് പോകുന്നത് കണ്ടോ? അതിലൊരു അങ്കിളുണ്ട്, അതുപോലെ തന്നെ അങ്കിളിന്റെ കൂടെ 6 പെൺകുട്ടികളുണ്ട്. ഇവരെന്തിനാണ് കടലിലേക്ക് പോകുന്നത്? ഇത് തന്നെയാണ് അവരുടെ ആ ഒരു ജീവിത മാർഗം. കടലിന്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഓളിയിട്ട് എന്ന് ചിപ്പി കളക്ട് ചെയ്യലാണ് ഇവരുടെയൊക്കെ ജോലി. ആ കൂട്ടത്തിൽ എന്തായാലും 6 പെൺകുട്ടികളുണ്ട്. പക്ഷേ എല്ലാവരുടെയും പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, അതിന്റെ ആവശ്യമില്ല. മെയിൻ ആയിട്ട് 2 പേര്, നമ്മുടെ കഥാനായികയായിട്ടുള്ള മെറിൻ, അതുപോലെ തന്നെ അവളുടെ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള അലോനി, അതുപോലെ തന്നെ അങ്കിളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഒരു കണ്ണാടിക്കാരൻ പയ്യനുണ്ട് കേട്ടോ. പിന്നെ വേറൊരു വാളി പയ്യനും, അവന്റെ പേര് അപ്പുണ്ണി എന്നാണ്. എന്തുകൊണ്ടാണ് അവനെ വാളി എന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും കടലിന്റെ ഒരു ഭാഗത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ 6 പേരും കൂടെ ഡൈവ് ചെയ്യാണ് കടലിന്റെ അടിയിലേക്ക്. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ല, അതുപോലെ തന്നെ മാസ്കുകളും ഒന്നുമില്ല. ആകെയുള്ളത് മുങ്ങാങ്കുഴി ഇടാൻ പറ്റുന്ന, ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ ആ ഒരു ടാലന്റ് മാത്രമാണ്. എന്ന് കരുതി മീനുകളെ പോലെ മുഴുവൻ സമയം അടിയിൽ പോയി കിടക്കാനൊന്നും കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മുകളിലേക്ക് പൊന്തി വരണം, ശ്വാസം എടുക്കണം. എന്തായാലും താഴേക്ക് ഡൈവ് എടുത്ത് പോയിട്ട് ഈ 6 പേരും 6 വഴിക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ചിപ്പി കളക്ട് ചെയ്യണം. മാത്രമല്ല വെള്ളത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ ചിപ്പി കൊണ്ടുവന്നിടാനായിട്ട് ഒരു കൊട്ട പോലൊരു സംവിധാനം ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഫില്ലായ സമയത്ത് ഇവരെല്ലാവരും കടലിന്റെ മുകളിലേക്ക് കയറി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ അങ്കിൾ ഉണ്ടല്ലോ, ഈ ചിപ്പി മുഴുവൻ ആ ഒരു ബോട്ടിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. ബാക്കിയുള്ള 5 പേരും കയറി. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള മെറിൻ ഉണ്ടല്ലോ, അവള് മാത്രം കടലിൽ നിന്ന് കയറാതെ ഒന്നുകൂടെ മുങ്ങാങ്കുഴിയിട്ട് പോയിട്ട് ഒരു മീനിനെ പിടിച്ചിട്ട് വരികയാണ്. അത്യാവശ്യം വലുപ്പം അതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കുഷാൽ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ മെറിന് ഇതെടുത്തുകൊണ്ട് ബോട്ടിലേക്ക് കയറാനൊന്നും പറ്റില്ല. ആരെങ്കിലും ഒരാൾ അവളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചാൽ മാത്രമേ അവൾക്ക് പിന്നീട് കയറി വരാൻ പറ്റുള്ളൂ. അത് ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് അപ്പുണ്ണി ഇപ്പൊ ആ ഒരു മീനെ മേടിക്കണം. ആഹാ, നല്ല മുഴുത്ത മീനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു മീന് തെന്നി പോവാണ്. പാവം മെറി കഷ്ടപ്പെട്ടിട്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. എടാ കള്ളനായി, നിനക്ക് ഇതിനു പോലും ഒരു ശ്രദ്ധയില്ല. ഏതെങ്കിലും ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ കഴിയുമോ? നിനക്ക് ഒന്ന് സൂക്ഷിച്ചു വിടറാ. ഇത് തന്നെയാണ് അവന്റെ പണി. അതായത് മര്യാദക്ക് ഒരു പണിയും ചെയ്യാറില്ല. എന്തായാലും ഇവർ കളക്ട് ചെയ്ത ആ ഒരു ചിപ്പിയുമായിട്ട് നേരെ കരയിലേക്ക് ചെല്ലുകയാണ്. ഓരോ ചിപ്പി എടുത്തു നോക്കുമ്പോൾ ഒന്നും വിൽക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി കിടക്കാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. കാരണം കാശ് വേണ്ടേ, ജീവിക്കണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ കൂലി തൊഴിലാളികളെ പോലെയാണ്. അന്ന് പോയിട്ട് കളക്ട് ചെയ്ത പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കന്ന് എന്താ പറയാ തട്ടിമുട്ടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്. ഇത് ആദ്യമായിട്ട് ഇന്നൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഡീസലിന്റെ ആ ഒരു കാശ് വരെ മുതലാവുന്നില്ല. ഇതിന് കാരണം ഈ ഇടയായിട്ട് ഇവിടെ തുടങ്ങിയ വലിയൊരു ഫാക്ടറിയാണ്. ഇതിൽ നിന്നും വരുന്ന ആ ഒരു കെമിക്കൽ, ഇത് കാരണം തന്നെ കടലിന്റെ പല ഭാഗത്തും ജീവൻ വളരുന്നില്ല. പക്ഷെ ഇത്രയും വലിയ കമ്പനിയുടെ കാര്യത്തിലൊക്കെ ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാ? അവരുടെ ആ ഒരു ജീവിതമാർഗം മുട്ടിയെന്ന് തന്നെ പറയാം. ഇതുപോലെ ഡീസൽ അടിച്ച് കടലിലേക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ വരുമാനം കിട്ടുന്നത് പോട്ടെ കയ്യെന്ന് പോവുകയാണ്. എന്തായാലും ഈ പിള്ളേരുടെ അങ്കിളും ഭയങ്കര വിഷമത്തിലാണ്. കുട്ടികൾക്ക് വരുമാനത്തിനായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ അങ്കിളിന്റെ അടുത്തേക്ക് കുറെ ദിവസമായിട്ടൊരു ബ്രോക്കർ അങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇയാൾ വന്നിട്ട് പറയാണ്, എന്റെ പൊന്നങ്കിളെ, ഇത് കറക്റ്റ് ടൈമാണ്, നിങ്ങൾ എന്റെ കൂടെ കൂട്, അത്യാവശ്യം കാശുണ്ടാക്കാന്ന്. ഒരു രീതിയിലും ഈ ഒരു ബ്രോക്കറിനോട് അങ്കിള് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പറ്റില്ല, ഇത്രയും കാലം ലീഗലായിട്ടാണ് ഞാൻ പരിപാടി ചെയ്തത്, ഇനി ഇല്ലീഗലായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ വയ്യ. എങ്ങാനും കസ്റ്റം ഓഫീസേഴ്സിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പണി തീരും, ഇപ്പൊ കാശില്ലാന്നേ ഉള്ളൂ. ബ്രോക്കർ വീണ്ടും പറയാണ്, നിങ്ങളുടെ ആ ഒരു പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ ആ ഒരു ടാലന്റ് അത് ഉപയോഗിച്ചാൽ എന്താ, അവരും ദാരിദ്ര്യത്തിലല്ലേ, കുറച്ചൊക്കെ റിസ്ക് എടുത്തൂടെ. അതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മയക്കുമരുന്നൊന്നുമല്ല. സാധാരണ തീപ്പെട്ടി മുതൽ സിഗരറ്റ് വരെയുള്ള ഓരോ സാധനങ്ങളാണ്. ചെറിയ ഐറ്റങ്ങളെ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ മടി പിടിക്കുന്നത്? അവർക്കൊരു വരുമാനം ആയിക്കോട്ടെ. അങ്ങനെ അവസാനം അങ്കിൾ ഇതിന് സമ്മതിക്കുകയാണ്. അപ്പൊ ഇവര് ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കടലിന്റെ ഒരു ഭാഗത്തേക്ക് വലിയ കപ്പൽ അങ്ങനെ പോവുമല്ലോ. അപ്പൊ ആ കപ്പലിൽ നിന്ന് കുറച്ച് ലഗേജുകൾ കടലിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ടുവെക്കും. അത് കല്ല് കെട്ടിയതായതുകൊണ്ട് തന്നെ കടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് അത് താഴെ പോയി നിൽക്കും. ആ ഒരു ലൊക്കേഷൻ നമ്മുടെ അങ്കിളിനും പിള്ളേർക്കും പറഞ്ഞു കൊടുക്കും. പിള്ളേർ നേരെ പോയിട്ട് കടലിന്റെ അടിയിൽ നിന്നും ഈ ഒരു സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് വരും. എന്നിട്ട് എവിടെയാണോ എത്തിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കും. ഈ ഒരു പണി കുറച്ച് ദിവസമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. നല്ല കാശ് കയ്യിലേക്ക് വരികയാണ്. അതായത് ഒരു വരുമാനം ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് അത്യാവശ്യം ചില്ലറ കാശ് വന്നാൽ ഹാപ്പിനെസ് ഇല്ലാതിരിക്കുവോ? ഹാപ്പി ആവാണ് എല്ലാവരും. അതുപോലെ കയ്യിൽ കാശ് വന്നപ്പോൾ ഇത്രയും കാലം ദാരിദ്ര്യമായിരുന്നല്ലോ, ഇവരെല്ലാവരും നല്ല ജോളിയായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെറിൻ അതുപോലെ തന്നെ അലോനി 2 പേരും
രണ്ടുപേരും കൂടെ മേക്കപ്പ്, അത് ഇത്, ഡ്രസ്സ്, ബാറ്, കാസിനോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് അങ്ങ് അടിച്ചു പൊളിക്കാണ്, സന്തോഷിക്കുകയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ലേഡീസിന് നന്നായിട്ട് അറിയുന്ന പണിയാണല്ലോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ബ്രോക്കറിന് ഒരു പൂതി, ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കടത്തിയിട്ടുണ്ട്, ചെറിയ പ്രോഫിറ്റ് അല്ലേ. സോ ഇതിനെക്കുറിച്ച് നമ്മുടെ അങ്കിളിനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. അങ്കിൾ എന്തോ നല്ലോണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പോവാണ്. ഈ കാര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെറിൻ അതുപോലെ തന്നെ അലോനി ഇവർ രണ്ടുപേരും കാണുകയാണ്. കൂടെ നമ്മുടെ അപ്പുണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെന്ന് അറിയണം ഇവർക്ക്, എന്തായിരിക്കും അങ്കിളിനോട് ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടാവുക. സോ അപ്പുണ്ണി ഒരു കാര്യം പറയണത്, എനിക്കൊരു ലേഡി അറിയാം, ആ ബാറിലൊക്കെ ജോലി ചെയ്യുന്ന, തൽക്കാലം നമുക്ക് അവരെ ബാർ ലേഡി എന്ന് വിളിക്കാം. സോ ഈ ലേഡിയുടെ അടുത്തേക്ക് മെറിനെയും അലോനിയും കൊണ്ടുപോവാണ്. മാത്രമല്ല ആ ലേഡി വഴി ഈ ബ്രോക്കറിനെ ഇവർ പരിചയപ്പെടുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അങ്കിള് ദേഷ്യം പിടിച്ചത്? അത് പിന്നെ മക്കളെ, ഗോൾഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ദിവസം നമ്മൾ കടത്തിയ സാധനങ്ങൾ എന്താ, ചെറിയ ചെറിയ അല്ലറ ചില്ലറ തീപ്പെട്ടി, പെൻസിൽ, ചോക്ക് പെൻസിൽ, ഇതൊക്കെയല്ലേ മക്കളെ. അതൊക്കെ നമുക്ക് വിട്ടുപിടിക്കാം. ഗോൾഡ് ഇറക്കി കളിക്കാൻ നമുക്ക്. അതിനുള്ള ഒരു ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ, സിംഗിൾ ടൈമിൽ ആ ഒരു പേയ്മെന്റ് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? പിന്നെ പലതവണയായിട്ട് ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ ലക്ഷപ്രഭുക്കളാവും എന്റെ കൂടെ നിൽക്കുന്നോ. പക്ഷേ ഈ കാര്യമൊന്നും നിങ്ങളുടെ അങ്കിളിനെ അറിയിക്കണ്ട കേട്ടോ. സാധാരണ എപ്പോഴത്തെയും പോലെ തന്നെ അവിടുന്ന് പോയിട്ട് സാധനം എടുത്തിട്ട് വരിക, അത്ര മാത്രം ചെയ്താൽ മതി. ഇതാരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മെറിന് അങ്കിള് പറഞ്ഞതുപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുത്ത് തലയിൽ വെക്കണോ. കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും എന്ന് അലോനി പറയാണ്. എന്തിനാണ് മെറിൻ, എത്ര കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഇതുപോലെ തന്നെ മതിയോ? നമ്മുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടടി, നമുക്കിത് ചെയ്യാൻ തന്നെ പറയണം. ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുണ്ണി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവരുടെ ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് തന്നെ അപ്പുണ്ണി ചോദിക്കുകയാണ്, അല്ല ചേച്ചിമാരെ, നമ്മളെപ്പാ സ്വർണം കടത്താൻ പോകുന്നത്? അതും ഒച്ചത്തില്. ഇപ്പൊ മെറിൻ ഓടി വരികയാണ്. അതുപോലെ തന്നെ അലോനി ഇപ്പൊ ചുറ്റും നോക്കി. എന്തോ ഭാഗ്യത്തിന് ഇവിടെ ആരും ഇല്ലായിരുന്നു. അവൻ നോക്കി ഒരേറ്റം ഒന്ന് കൊടുക്കുകയാണ്. കള്ള കഴിവേറി, നീ മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എടാ പൊട്ട, ഇതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പെടൂല, നമ്മുടെ കഴുത്തിൽ കയറ് തൂങ്ങില്ലടാ. നീ എന്താ ഇങ്ങനെ എപ്പോഴും എന്നൊരിത്തിരി ബോധം നിനക്ക് വരിക? ഇതേ സമയത്ത് തന്നെ മെറിൻ, അതായത് നമ്മുടെ ഹീറോയിന് അലോനിയെ പിടിച്ചു മാറ്റണം. അലോനി, നീ ഒന്ന് അടങ്ങ്. എപ്പോഴും ആ ഒരു പാവത്തിന് എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്ത പറയുന്നത്? അതൊരു മണ്ടൻ, അതിനെ വിട്ടേക്ക്. ഇപ്പൊ അലോനി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അതുപോലെ തന്നെ മെറിൻ അവളുടെ കീശയിലുണ്ടായിരുന്ന കുറച്ച് കാശ് എടുക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുണ്ണിക്ക് ഇത് കൊടുക്കുന്നുണ്ട്. എന്തായാലും പോയിട്ട് കുറച്ച് നല്ല വസ്ത്രം മേടിച്ചിട്ട് നീ നാളൊന്ന് ഉഷാറായിട്ട് വാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഒരു ചരക്കെടുക്കാനായിട്ട് ഇവര് നേരെ കടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഓരോ ഏരിയയും ഇവർക്ക് സ്പോട്ട് ചെയ്ത് കൊടുക്കും. കാരണം അവിടെയാണ് വലിയ കപ്പലിൽ വന്നിട്ട് ചരക്ക് താഴേക്ക് ഇടുക. അങ്ങനെ ആ ചരക്കെടുക്കാനായിട്ട് ഇവര് 6 പേരും താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ 2 പേര് നമ്മുടെ മെറിൻ, അലോനി, ഇവർക്ക് 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ഉള്ളിൽ എന്താണെന്ന്. ബാക്കി 4 പേർക്കും അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ എല്ലാ ലഗേജുകളും ഇവര് കപ്പലിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. കപ്പലല്ല, ചെറിയൊരു ബോട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. അങ്ങനെ അവസാനം ഇപ്പോൾ ഒരേ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ മെറിൻ, അലോനി 2 പേരും കൂടെ അടിയിൽ നിന്ന് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കുളത്തിട്ട് അത് ഈ ഒരു ബോട്ടിലേക്ക് ആക്കേണ്ട ജോലി നമ്മുടെ അപ്പുണ്ണിക്കാണ്. എന്നാൽ ഈ പൊട്ടൻ എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു ജോലിയിൽ ചെറിയൊരു എന്താ പറയാ ശ്രദ്ധയില്ലായ്മ, അത് തന്നെ. അത് കാരണം ആ ഒരു പെട്ടി ബോട്ടിന്റെ ഒരു സൈഡിലേക്ക് വീഴാണ്. അതുകൊണ്ട് തന്നെ പെട്ടി പൊട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ പുറത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അങ്കിൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ ഒരു പെട്ടിക്ക് നോക്കുമ്പോൾ നിറയെ സ്വർണ്ണങ്ങളാണ്. അപ്പൂപ്പന ആകെ ഞെട്ടിപ്പോയി. എന്താ ഇത് ബടുക്കോസുകളെ, നിങ്ങൾ അവസാനം അത് ചെയ്തല്ലേ? ഇപ്പൊ മെറിനും അതുപോലെ തന്നെ അലോനിയും കൂടി അപ്പുണ്ണിയെ നോക്കണടാ. എന്തിന്റെ ആവശ്യമായിരുന്നടാ, ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു? ആ രീതിയിലൊന്ന് നോക്കുകയാണ്. അതുപോലെ പെട്ടി പൊട്ടിയിട്ട് അതിന്റെ പാതി സ്വർണ്ണം നേരെ കടലിന്റെ താഴേക്ക് പോയിട്ടുണ്ട്. സോ സ്വർണ്ണം മുഴുവൻ എത്തിക്കേണ്ട സ്ഥലത്ത് നിർബന്ധമായിട്ട് എത്തിക്കണം. അതുകൊണ്ട് തന്നെ മെറിൻ, അലോനി 2 പേരും കൂടെ കടലിന്റെ താഴേക്ക് പോയിട്ട് ആ വീണ സ്വർണ്ണങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അങ്കിള് എല്ലാ പെട്ടിയും തുറന്നു നോക്കുന്നുണ്ട്. എല്ലാത്തിന്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ഗോൾഡാണ്, കോടിക്കണക്കിന് രൂപയുടെ ഗോൾഡ്. ഈ ഒരു വിഷയത്തിൽ അങ്കിൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ദാണ്ടെ ഒരു ബോട്ടിന്റെ ശബ്ദം കേൾക്കുന്നു. സൂക്ഷിച്ചു നോക്കിയ പുണ്ണി ദാണ്ടെ വരുന്നു കസ്റ്റം ഓഫീസേഴ്സ്. അങ്കിൾ ആകെ ടെൻഷനാകാണ്, കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. ബാക്കിയുള്ള എല്ലാവരോടും ഒന്നും നോക്കണ്ട, പെരുക്കി താഴെ ഇട്ടെന്ന് പറയണം. കാരണം അവർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പെടും. അതേ സമയത്ത് തന്നെ മെറിനും അലോനിയും മുകളിലേക്ക് വരികയാണ്. എന്തായാലും ഇതുപോലെ ആ ഒരു കസ്റ്റംസുകാർ വരുന്നുണ്ടല്ലോ, അവരും വേഗം കപ്പലിലേക്ക് കയറിയിട്ട്, കപ്പലല്ല ബോട്ട്, രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്കിള് ഈ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ട് ചെയ്തിട്ടും സാധനം മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഈ ഒരു ബോട്ട് നിർത്തിയിടുമ്പോൾ നങ്കൂരം ഇടുമല്ലോ. ഈ നങ്കൂരം താഴെ ഉണ്ടായിരുന്ന ഏതോ ഒരു കല്ലിൽ കുളത്തി നിൽക്കുകയാണ്. ഇതിപ്പോ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു ബോട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇപ്പൊ ആ ബോട്ടിൽ ഇവരെ കൂടാതെ ഒരു കണ്ണാടിക്കാരനുണ്ടല്ലോ, അവൻ ചെന്നിട്ട് ആ ഒരു കയറ് ഇറുക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അവന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ലേഡീസും ആ ഒരു കയറ് വലിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ നല്ല ഫോഴ്സിൽ ഇതിങ്ങനെ വലിച്ചപ്പോ കയറങ്ങോട്ട് പൊട്ടുകയാണ്. നങ്കൂരം താഴെ തന്നെയായി. എന്നാൽ പെട്ടെന്ന് വന്ന് ഈ ഒരു കയറ് നമ്മുടെ കണ്ണാടിക്കാരന്റെ മുഖത്തിട്ട് ഒരൊറ്റ അടിയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു ശ്രദ്ധ പോയി അവൻ വെള്ളത്തിലേക്ക് വീഴാണ്. ഇതേ സമയത്തിന് അങ്കിള് അവന്റെ കൂടെ എടുത്തു ചാടുകയാണ്. കാരണം എന്താ വെച്ചാൽ അവന് നീന്താറിയില്ല. പക്ഷേ ഇവിടെ വെച്ച് വലിയൊരു അപകടം നടക്കുന്നുണ്ട്. കാരണം അങ്കിൾ ഓൾറെഡി ബോട്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ വർക്കിംഗ് ആയിരുന്നു. 2 പേരും വെള്ളത്തിലേക്ക് വീണല്ലോ. അതിന്റെ ആ ഒരു മോട്ടറിൽ 2 പേരും പെട്ടുപോണ്, സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ കസ്റ്റംസുകാർ ബോട്ടിലേക്ക് എത്തുകയാണ്. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യാണ്. പക്ഷെ എങ്ങനെയോ നൈസായിട്ട് നമ്മുടെ അലോനി മാത്രം ഇതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല അങ്കിൾ
കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിൽ ഇരിക്കുന്ന ആള്, അതായത് എല്ലാവരെയും നിയന്ത്രിക്കുന്നതും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആള് മെറിനാണല്ലോ. സോ അവളാണ് പ്രധാന പ്രതിയായിട്ട് മാറുന്നതും അതുപോലെ തന്നെ അവൾക്ക് കുറച്ച് കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണ്. ആഴ്ചകൾ കടന്നു പോവാണ്, മാസങ്ങൾ കഴിയാണ്, വർഷമായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പല സമയത്തായിട്ട് നമ്മുടെ മെറിനെ കാണാനായിട്ട് നമ്മുടെ അപ്പുണ്ണി, ബാക്കിയുള്ള ആ ഒരു ലേഡീസ് ഇവരെല്ലാം വന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരേ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവള് മാത്രം, അതായത് അലോനി മാത്രം രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പാണ് മെറിൻ നമ്മളെ ചതിച്ചത് അവളാണ്, അവൾക്ക് അതിന്റെ കാശ് കിട്ടുമല്ലോ, അതിനുവേണ്ടി നമ്മളെല്ലാവരും അവൾ ഒറ്റിക്കൊടുത്തടി. അതുപോലെ തന്നെ ഈ ഒരു വർഷമായിട്ടും നമ്മുടെ മെറിനെ കാണാനായിട്ട് ഒരു തവണ പോലും അലോനി വന്നിട്ടില്ല. ഇതുകൂടെ ആയ സമയത്ത് മെറിന് ഏകദേശം കൺഫേം ആയി അവള് തന്നെയാണ് ചതിച്ചതെന്ന്. അങ്ങനെ 2 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കിട്ട് പണി കൊടുത്ത് മുങ്ങിയ ഈ ഒരു അലോനി ഉണ്ടല്ലോ, മറ്റേതോ ഒരു നാട്ടില് സ്ഥിരം പരിപാടി തന്നെ. ഇതുപോലെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്ന മേക്കപ്പ്, കോസ്മെറ്റിക് ഐറ്റംസ് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ലേഡീസിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ടോപ്പിലിരിക്കുന്ന മാഫിയക്കാരുണ്ടാവുമല്ലോ, ഇവർക്കൊക്കെ ഒരു ബോസ് ഉണ്ടാവുമല്ലോ. സോ ആ ബോസിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഏരിയയിലേക്ക് വന്നിട്ട് എന്റെ ബിസിനസ്സിലേക്ക് നീ കൈ കടത്തുന്നു ചോദിച്ചിട്ട് അലോനിയെ ബോസിന്റെ ആൾക്കാര് തട്ടിക്കൊണ്ടുവരികയാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല പെട കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോസ് അവളോടൊരു കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ഭയങ്കര മോശമായി കിടക്കാണ്, ഒരു സാധനവും എനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നില്ല, കസ്റ്റംസുകാർ 4 ഭാഗത്തും വാലയിട്ട് നിൽക്കാണ്, അതിന്റെ ഇടയിൽ ചെറിയ ബിസിനസ് നടക്കുന്നതിന്റെ ഇടയിൽ നീ എനിക്കിട്ട് പണിയാൻ നോക്കിയാണല്ലോ, തട്ടും ഞാൻ, കഴുത്തറുത്ത് കളിയെന്ന് തന്നെ ബോസ് പറയുമ്പോൾ ഇപ്പൊ അലോനി പറയാണ്, ബോസേ നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തില്ല എന്ന്, ആ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ ഒരു കുഴപ്പമില്ലാതെ, കാരണം 2.5 വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്, ഒന്ന് എന്നെ വിശ്വസിക്കൂ, ഇത്തവണ ഒന്ന് വെറുതെ വിടുമെന്ന് പറയാണ്. അപ്പൊ ബോസ് കുറച്ചു നേരം അവളുടെ ആ ഒരു ഗീർവാണൊക്കെ കേട്ട സമയത്ത് ഓക്കെ. ഇതേ സമയത്ത് അലോനി പറയാണ്, നിങ്ങൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ ആ ഒരു നാട്ടിലേക്ക് പോട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ നാട്ടില് നമ്മുടെ മെറിൻ 2.5 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, വേറൊരു ജോലിയും ചെയ്യാറില്ല. അന്ന് ചെയ്ത ആ ഒരു പണി എന്താണോ അത് തന്നെ അവരിപ്പോഴും ചെയ്യാണ്. എന്നാൽ വലിയ വസ്തുവൊന്നുമല്ല, തുടക്കത്തിൽ അവർ ചെയ്ത ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് തന്നെ, ചെറിയ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോവുക. എന്നാൽ ഇതിനൊക്കെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന പുതിയൊരു ബോസ് ഇവരുടെ ആ ഒരു നാട്ടിൽ വന്നിട്ടുണ്ട്. ഇയാളാണെങ്കിൽ തുച്ഛമായ പൈസ ഇവർക്ക് കൊടുക്കും, അയാൾ നല്ല ലാഭം എടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ബോസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ബോസിനെ കണ്ട് നമ്മുടെ മെറിനും ബാക്കിയുള്ള ആ ഒരു ലേഡീസും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ അപ്പുണ്ണി തന്നെ. ഇവരൊക്കെ വിചാരിച്ചത് അപ്പുണ്ണി ശരിക്കും ഒരു മണ്ടനാണെന്നാണ്. എന്നാൽ ഈ 2.5 വർഷം കൊണ്ട് അവന്റെ ആ ഒരു കുറുക്കം ബുദ്ധിയും അതുപോലെ തന്നെ ദയയില്ലാത്ത ആ ഒരു മനസ്സും ഇതുകൊണ്ട് ആ ഒരു ഏരിയയിലെ സ്മഗ്ലേഴ്സ് ഇതിന്റെ മുഴുവൻ കൺട്രോളിങ് ഇപ്പൊ നമ്മുടെ ഈ ഒരു അപ്പുണ്ണിയുടെ കയ്യിലാണ്. എന്തായാലും ഇതെല്ലാം കണ്ട് ഇവരെല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കൂലി ചോദിക്കുമ്പോൾ ഇവൻ കൊടുക്കുന്നൊന്നുമില്ല. പണ്ട് കടപ്പുറത്ത് കണ്ട ആ ഒരു പരിചയം പോലും അവൻ കാണിക്കുന്നില്ല. സോ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് മറിഞ്ഞിരുന്നുകൊണ്ട് ഒരാൾ കാണുന്നുണ്ട്. മറ്റാരുമല്ല, അലോനി തന്നെ. അതായത് ബോസിന് വാക്ക് കൊടുത്തല്ലോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ ഇതുപോലുള്ള ഒരു സ്മഗ്ലിംഗ് നടത്തണമെങ്കിൽ ഈ അപ്പുണ്ണിയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കണം. അവനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. സോ ഇവരിടക്കിടക്ക് മീറ്റ് ചെയ്യാറുള്ള ആ ഒരു ബാർ ലേഡിയുടെ ബാർ ഉണ്ടല്ലോ, അതിപ്പോ ശരിക്കും അവരുടെ സ്വന്തമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഈ അലോനി നമ്മുടെ അപ്പുണ്ണിയെ മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അപ്പുണ്ണി പറയണം, അല്ല അലോനി, നീ ഇതപ്പോ വന്നു 2.5 വർഷം മുന്നേ മുങ്ങിയതല്ലേ, പിന്നെ എന്തെല്ലാം വിശേഷം എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അലോനി പറയണ, വെറുതെ ഇട്ട് ഊക്കാൻ നിൽക്കണ്ട, നീ എന്തായാലും ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാണ്. അതുപോലെ തന്നെ പുറത്ത് ബോസ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അറിയോ, ഈ കാര്യങ്ങളൊക്കെ ടോട്ടലി ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അവനുമായിട്ട് ബിസിനസ് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രോഫിറ്റ് ഒരു 10 ഇരട്ടിയായിട്ട് കൂടും. ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഓക്കെ എന്ന് ഒറ്റയടിക്ക് അപ്പുണ്ണി സമ്മതിക്കുകയാണ്. കാരണം സ്മഗ്ലേഴ്സിന്റെ ബോസാണ് അയാൾ. വേഗം തന്നെ ഈ ഒരു കാര്യം അലോനി ബോസിനെ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റയടിക്ക് ബോസെ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എടുത്തു ചാടണ്ട, അതായത് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ നിൽക്കണ്ട, ആദ്യം ഇങ്ങോട്ടേക്ക് വാ, കാര്യങ്ങൾ പഠിക്ക്, എന്നിട്ട് ചെയ്തു എന്ന് പറയാണ്. അതുപോലെ നമ്മുടെ മെറിൻ ഈ നാട്ടിലേക്ക് അലോനി വന്നിട്ടുണ്ട്, ആ ഒരു വിവരം അറിയാണ്. സോ മെറിനും ബാക്കിയുള്ള ആ ഒരു 4 പെൺപിള്ളേരും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് ഈ ഒരു അപ്പുണ്ണിയുമായിട്ട് എന്തോ ഒരു ഡീല് സംസാരിക്കാൻ വന്നതാണ് അവള്. നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അലോനിയുടെ ചെവടക്കുറ്റി നോക്കി ഒരേറ്റ അടി അടിക്കുകയാണ്. അലോനി വെറുതെ ഇരുന്നില്ല, അവള് എഴുന്നേൽക്കാണ് മെറിനെ തിരിച്ചടിക്കാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പോരം വഴക്ക്. എങ്ങനെയൊക്കെയോ അപ്പുണ്ണി ഇവരെ പിടിച്ചു മാറ്റാണ്. ഇതേ സമയത്തിന് മെറിൻ ചോദിക്കുകയാണ്, എന്തിനാടി ഞങ്ങൾ എല്ലാവരും നീ ചതിച്ചത്? നിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയില്ലേ? നമ്മുടെ കങ്കിള് അന്നം തന്ന മനുഷ്യനാണ്, അയാൾ മരിച്ചുപോയി, പിന്നെ ആ പാവം ചെറുക്കനും എല്ലാം നീ കാരണമാണ്. ഇതേ സമയത്തിന് അലോനി പറയാണ്, ഡി നീയൊക്കെ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, പിന്നെ അല്ലാതെ 2.5 വർഷമായിട്ട് നീ എവിടെയായിരുന്നു? അന്ന് നീ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അതുപോലെ തന്നെ അലോനി നീ ഒരു കാര്യം ഉറപ്പിച്ചോ, അതായത് അപ്പുണ്ണിയുമായിട്ട് നീ ഒരു ഡീല് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ വേണം, ആ ജോലി ഞങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറയണം. ഇവർ പോയി കഴിഞ്ഞപ്പോൾ അപ്പുണ്ണി ആകെ തലയിൽ കൈവച്ച അവസ്ഥയിലാവാണ്. കാരണം ഇവർ 5 പേരില്ലാതെ ഈ പണി ചെയ്യാനേ പറ്റില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, ഇത്രയും ഡേഞ്ചർ ആയിട്ട് ആഴക്കടലേക്ക് പോയിട്ട് ഇത് എടുത്തുകൊണ്ടുവരാൻ ഇവരെ പോലെ വേറൊരു ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നീ വെറുതെ വിഷയങ്ങളൊക്കെ കൊളാക്കിയല്ലോ എന്ന് അപ്പുണ്ണി പറയുമ്പോൾ എന്തായാലും ബോസിനെ വിളിക്കാം, ബോസായിട്ട് തീരുമാനിക്കട്ടെ. അങ്ങനെ ബോസും ബോസിന്റെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ അപ്പുണ്ണി, അലോനി ഇവരെല്ലാവരും കൂടെ കടലിൽ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് കൂടുകയാണ്. ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അലോനി ഈ ഒരു മെറിന്റെ കാര്യം ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു ടീം ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്മഗ്ലിംഗ് എളുപ്പത്തിൽ
എളുപ്പത്തിൽ നടത്താൻ കഴിയുള്ളൂ. അപ്പൊ ബോസ് ഒരു കാര്യം പറയുന്നുണ്ട്, അലോനി നീയുമായിട്ടാണല്ലോ അവൾക്കൊരു പ്രശ്നം, അപ്പൊ ഈ ഒരു പ്രശ്നം നീയായിട്ട് തന്നെ പോയിട്ട് സോൾവ് ചെയ്തിട്ട് വാന്ന് പറയണം. അങ്ങനെ രാത്രിയായപ്പോൾ മെറിനെ കാണാനായിട്ട് അലോനി ചെല്ലുന്നുണ്ട്. ഇപ്പൊ അലോനി പറയണം, മെറിനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുവോ, നിങ്ങളുടെ കൂടെ ഈ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ എന്റെ ലൈഫ് എങ്ങനെയാണെന്ന് നിനക്ക് അറിയായിരുന്നു, എന്റെ പാസ്റ്റ് എങ്ങനെയാണെന്ന് നിനക്ക് അറിയായിരുന്നു. അതായത് മറ്റൊരു നാട്ടിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓഫീസിലെ ബോസ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി. ഞാനൊന്നും നോക്കിയില്ല, അടുത്തുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അയാൾക്കിട്ട് നല്ലൊരു കുത്തു കൊടുത്തു. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കൊരു പിടുത്തമില്ല. അതുപോലെ തന്നെ പോലീസുകാർ എന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതും ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇവിടെ കൂടിയതും. പക്ഷെ മെറിനെ, അന്ന് നിങ്ങളെല്ലാവരും കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ച സമയത്ത് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് പരമാവധി റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്, അല്ലാതെ നിങ്ങളെ ചതിച്ചത് ഞാനൊന്നുമല്ല. ഇപ്പൊ മെറിൻ പറയാണ്, നീ പല കഥകളുമായിട്ട് എന്റെ അടുത്തേക്ക് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർത്തു വെച്ചാലോ, നീ ചെയ്യിപ്പിക്കാൻ പോകുന്ന ആ ഒരു പണി ഞാനും ചെയ്യില്ല, എന്റെ കൂട്ടുകാരികളും ചെയ്യില്ല. ഇപ്പൊ അലോനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് ഒരു പിടുത്തവും ഇല്ല. അതുപോലെ തന്നെ ബോസിന് വാക്ക് കൊടുത്തും പോയി. എന്തപ്പോ ചെയ്യാ, ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ ഈ മെറിൻ ഒഴികെ ബാക്കിയുള്ള ആ ഒരു 4 പേര് ഇവർ നല്ല കഷ്ടത്തിലാണ്. മെറിൻ വല്ല നല്ല രീതിയിലൊന്നുമല്ല, അവരുടെ 4 പേരുടെ കാര്യം പറഞ്ഞാണ് നല്ല കഷ്ടത്തിലാണ്, ദാരിദ്ര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഒരു ലേഡി എന്തായാലും സ്മഗ്ലിംഗ് ഒന്നും നടത്താൻ പറ്റില്ല, കടലിന്റെ അടിയിലേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജീവികളെ പിടിച്ച് അതിനെ വിറ്റ് കാശാക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ കൂട്ടത്തിലെ ലേഡി കഷ്ടപ്പാട് കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവാണ്. ഇതുപോലെ എന്തോ ഒരു ജീവിയെ പിടിച്ച് തിരിച്ചു വരുന്ന ഭാഗത്ത് ഒരു സ്രാവ് ഉണ്ടായിരുന്നു. ആ സ്രാവിന്റെ കയ്യിൽ ആ ഒരു പെൺകുട്ടി പെട്ടുപോവാണ്. മാത്രമല്ല അവളുടെ ഒരു കാലറ്റ് പോകുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് എത്തിയ ചില ആളുകൾ അവളെ രക്ഷപ്പെടുത്താണ്. നമ്മുടെ മെറിനും വിവരം അറിഞ്ഞ് ഓടിയെത്തുമ്പോൾ മെറിന്റെ കൂട്ടുകാരിയുടെ കാല് വരെ നഷ്ടമായിട്ടുണ്ട്. വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സർജറിയും കാര്യങ്ങളും നടത്തണം, നല്ലൊരു എമൗണ്ട് വേണം, 10 പൈസ ഇവരുടെ കയ്യിലെടുക്കാനില്ല. അങ്ങനെ ഗതി കെട്ടുകൊണ്ട് മെറിൻ അവസാനം സമ്മതിക്കുകയാണ്. അതിനുവേണ്ടി ഇവർ പോകുന്നത് നേരെ ആ ഒരു ബാർലേഡിയുടെ ആ ഒരു ബാറിലേക്കാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ അലോനി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മെറിന് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് ആ കണ്ടീഷൻസ് അലോനി ചോദിക്കുകയാണ്. പിന്നീട് ഓരോ കണ്ടീഷൻസും അക്കമിട്ട് പറയാണ് നമ്മുടെ മെറി. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ എന്താണ് സ്മഗിൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ബോക്സ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ തുറന്നു നോക്കും, ഞങ്ങൾക്ക് അറിയണം അതിൽ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൂട്ടുകാരി, ഇപ്പൊ നിന്റെ കൂട്ടുകാരിയല്ല എന്റെ കൂട്ടുകാരി, അവൾക്ക് വയ്യാതെ ആശുപത്രിയിലാണ്, അവൾക്ക് ഓപ്പറേഷനിൽ നല്ലൊരു എമൗണ്ട് വേണം, അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കെട്ടിവെക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ അതെന്താണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങളുടെ ആ ഒരു ബോസ്, പിന്നെ അപ്പുണ്ണി, പിന്നെ നീയെ എല്ലാവരും കൂടിയിട്ട് എനിക്കൊരു മീറ്റിംഗ് കൂട്ടണം, ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, എല്ലാം അലോനി സമ്മതിക്കാണ്. സോ ഒരു ഹോട്ടലിൽ വെച്ച് ഇവരെല്ലാവരും ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ ആ ഒരു കസ്റ്റം ഓഫീസേഴ്സിന്റെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹെഡ്, ഇയാളും പുറത്തിരുന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അലോനിയെ കാണുകയാണ്. 2.5 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടാത്ത ആ ഒരു പെണ്ണല്ല അത്. അതുപോലെ തന്നെ അവളുടെ കൂടെയുള്ളത് ആരാണ്, ആ ഒരു ബോസ്, സ്മഗ്ലിങ്ങിന്റെ തലവനാണ്. സോ ഇവരെല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തോ കാര്യമായിട്ട് വലിയ എന്തോ ഒരു പരിപാടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും അറിയണം. അങ്ങനെ ഈ കസ്റ്റമിന്റെ ഹെഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സ് നേരെ ചെല്ലുന്നത് ബാർലേഡിയുടെ അടുത്തേക്കാണ്. കാരണം എന്താ വെച്ചാൽ അവരറിയാതെ ഇവിടെ ഒരു ഡീലിങ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അവിടെ എത്തിയ സമയത്ത് ആ ലേഡിയെ നല്ല രീതിയിൽ തന്നെ ഈ ഓഫീസർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇൻകം ടാക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുടുക്കെന്ന് തന്നെ പറയണം. അവസാനം ഒരു രക്ഷയില്ലാതെ ബാർലേഡി പറയണ, സാറേ നിങ്ങളുമായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, പിന്നെ അവരുടെ കാര്യത്തിൽ ഞാൻ പറയാം സാർ എന്താന്ന്, ഇനി വരുന്ന 8-ാം തീയതി കാര്യമായിട്ട് തന്നെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എന്തോ ഒരു ഷിപ്പിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് മതി എന്ന് പറയാണ്. സോ കുറച്ച് നേരത്തെ തന്നെ 8-ാം തീയതി രാവിലെ തന്നെ ഇവര് ഈ ഓഫീസേഴ്സ് നേരെ കടലിന്റെ ഒരു ഭാഗത്തേക്ക് പോയി ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം പറഞ്ഞ ആ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു 12 മണിയൊക്കെയാണ്. ആ സമയത്താണ് ഇവർ തമ്മിൽ ആ ഒരു ഡീല് നടക്കുക. എന്തായാലും അങ്ങോട്ടേക്ക് എത്തി വെയിറ്റ് ചെയ്ത് ഈ ഓഫീസേഴ്സ് നോക്കുന്ന സമയത്ത് താണ്ട് ഡീല് നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വേഗം തന്നെ ഇവര് ചെല്ലുകയാണ്. അവിടെ എത്തിയ സമയത്ത് ഇവരൊന്ന് ഞെട്ടുന്നുണ്ട്. ആഹാ, ഇവിടെയാണ് ടെസ്റ്റ്. ഇത് 8-ാം തീയതിയല്ലേ, നമുക്ക് നേരെ 4-ാം തീയതിയിലേക്ക് ഒന്ന് പോയാലോ. ആ 4-ാം തീയതി മെറിൻ, അലോനി, ബാർലേഡി ഇവര് 3 പേരും കൂടി ആ 4-ാം തീയതി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. അതായത് അലോനി ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരന്ന് മീറ്റിംഗ് കൂടിയ സമയത്ത് പുറത്തിരുന്നുകൊണ്ട് ആ ഒരു കസ്റ്റം ഓഫീസർ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. ഇപ്പൊ അലോനി മേക്കപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് ആ പെട്ടിയിലെ ആ ഒരു റിഫ്ലക്ഷനിലൂടെ ആ കാറും അതിന്റെ ഉള്ളിലിരിക്കുന്ന കസ്റ്റം ഓഫീസറെയും അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവരെ നല്ല രീതിയിൽ തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അലോനിക്ക് മനസ്സിലായി. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു കൂടിയിട്ടുള്ളത്. എന്തായാലും അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി നടത്താൻ പറ്റില്ല, പക്ഷെ നമുക്ക് അവരെ ഒന്ന് കബളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പൊ അലോനി ബാർലേഡിയോട് ഒരു കാര്യം പറയാണ്. അതായത് അയാൾ എന്തായാലും നിന്റെ അടുത്തേക്ക് വരും, നീ കാര്യങ്ങൾ തുറന്നു പറയണം, പക്ഷേ ആ സെയിം ഡേറ്റിലെ സമയം ഒന്ന് മാറ്റി പറയണം. ഒരു 12 മണിന്ന് നീ പറഞ്ഞു. അയാൾ ഒരു ഇച്ചിരി നേരത്തെ വന്നാലും മാക്സിമം 10 മണിക്ക് അയാൾ അവിടെ എത്തുള്ളൂ. എന്നാൽ അതിനു മുന്നേ ഒരു 7-8 മണിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പരിപാടി തീർക്കണം. എന്തായാലും അതേ 8-ാം തീയതി തന്നെ രാവിലെ ഒരു 7-8 മണിയായ സമയത്ത് തന്നെ നമ്മുടെ പെമ്പിള്ളേര് അവർ പറഞ്ഞ ആ ഒരു ഡീല് അത് തീർത്തിട്ടുണ്ട്. അതായത് കടലിന്റെ അടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു അലോനിയോട് ബോസ് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടവല്. ആ ടവല് കെട്ടിയ ഒരു പെട്ടി അത് നീ തന്നെ എടുക്കണം. സോ ആ ഒരു പെട്ടി ഇപ്പോൾ അലോനി കാണുകയാണ്. മാത്രമല്ല അതെടുത്തുകൊണ്ട് മുകളിലേക്ക് വരാൻ കഴിയില്ല. സോ ആ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തുകൊണ്ട്
വെച്ചുകൊണ്ട് അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിയിലേക്ക് ആ ഒരു പെട്ടി അലോനി കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു പണിയും പരിപാടിയെല്ലാം തീർത്ത് പൊടിയും തട്ടി ഇവര് പോയിട്ടുണ്ട് ഒരു 8 മണി ആയപ്പോഴേക്കും. അതുപോലെ ഈ ഒരു കസ്റ്റം ഓഫീസറെ കൺഫ്യൂസ് ചെയ്യണല്ലോ, അതുകൊണ്ട് തന്നെ കാശ് കൊടുത്തുകൊണ്ട് ആ ഒരു സമയത്ത് 12 മണിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ബോട്ടിനെയും ടീമിനെയും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടീമാണ് ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത്. കസ്റ്റം ഓഫീസർ വന്നിട്ട് ഇവരെ കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ ഓഫീസർക്ക് മനസ്സിലായി മൂഞ്ചി നല്ല രീതിയിൽ തന്നെ അവർ മൂഞ്ചിച്ചു. നമ്മുടെ പെമ്പിള്ളേർ എന്നാ സുമ്മാവാ, അവര് നേരത്തെ പണിയും തീർത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരാരും അറിയാത്തൊരു പരിപാടി നമ്മുടെ അലോനി കടലിന്റെ അടിയിൽ ഒപ്പിച്ചു വെച്ചിട്ടില്ലേ, അതായത് ആ ഒരു പെട്ടി. ആരും ഇല്ലാത്തൊരു സമയം നോക്കി അവൾ ആ ഒരു പെട്ടി എടുത്തിട്ട് വരികയാണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ബോസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ നല്ല വിലപിടിപ്പുള്ള ഡയമണ്ട്സ്, കുറെ അധികം രേഖകള്, ഗോൾഡ്സ്, ഇതൊക്കെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ബോസിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇയാളുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോസ് ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് ചില ഫോട്ടോസുമായിട്ട് അലോനിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ അപ്പുണ്ണി ഉണ്ടല്ലോ, ആരോ ഒരാളുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും ആ ഫോട്ടോ കണ്ട സമയത്ത് അലോനി ഒന്നും ഞെട്ടി പോകുന്നുണ്ട്. അധികം വൈകിയില്ല അലോനി ആ ഒരു ഫോട്ടോയുമായിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ മെറിന്റെ അടുത്തേക്കാണ്. മെറിനെയും ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. മെറിനും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഈ അപ്പുണ്ണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമായിട്ടല്ല, ആ ഒരു കസ്റ്റം ഓഫീസർ ഉണ്ടല്ലോ ഇയാളുമായിട്ടാണ്. നീ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ ചതിച്ചത് ഞാനല്ല മെറിനെ, ഒന്ന് വിശ്വസിക്കുക, അത് അവനാണ്, അപ്പുണ്ണിയാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരു പൊട്ടനെ പോലെ അഭിനയിച്ച് നമുക്കിട്ട് പണി തന്നവനാണ്. അതുപോലെ തന്നെ 2.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്നല്ലേ നീ വിചാരിക്കുന്നത്? അന്ന് ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? ശരിയാണ്, അന്ന് പോലീസുകാർ വന്ന സമയത്ത് നൈസായിട്ട് ഞാനൊന്ന് മുങ്ങി. പക്ഷെ അന്ന് രാത്രി എന്നെ ആ ഒരു ബ്രോക്കറെ അയാളെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വിവരം ലീക്കായതെന്ന് അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീയാണോ ലീക്കാക്കിയത് എന്ന് അയാൾ എന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ ഞാൻ അയാൾക്ക് പറഞ്ഞത് ഈ കാര്യം ലീക്കാക്കിക്കൊണ്ട് ഞാൻ എന്തിനാണ് ബ്രോക്കറെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? അപ്പൊ ബ്രോക്കർ ഒരു കാര്യം ചോദിച്ചു, അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ, അതായത് അലോനി മെറിൻ, ഇവർ രണ്ടുപേരും അല്ലാതെ ഈ ഡീലിനെ കുറിച്ച് അറിയുന്ന മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോ അലോനി പറയാണ്, അത് പിന്നെ ആ ഒരു അപ്പുണ്ണി കേട്ടിട്ടുണ്ടാവും, അവൻ എന്തായാലും അറിയാന്ന് പറയാണ്. അന്ന് തന്നെ ആ ഒരു ബ്രോക്കർ ഈ കാര്യം ചോദിക്കാനായിട്ട് അപ്പുണ്ണിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ബ്രോക്കറെ കണ്ടിട്ടില്ല. ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇത് ചോദിക്കാൻ ചെന്ന ആ ഒരു ബ്രോക്കറെ അപ്പുണ്ണി തല്ലിക്കൊന്ന് ഒരു കയറിൽ കെട്ടി കല്ലും കെട്ടി കടലിൽ താത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രോക്കറെ അപ്പുണ്ണി കൊന്ന കാര്യമൊന്നും ഈ അലോനിക്ക് അറിയില്ലായിരുന്നു. ഇയാൾ കാണാതായതുകൊണ്ട് തന്നെ വല്ലാതെ ഭയന്നു പോയ അലോനി ഇവിടുന്ന് നാട് കിട്ടാണ്. ഇതാണ് സത്യമെന്ന് അലോനി പറയാണ്. പക്ഷെ ഇപ്പോഴും മെറിന് ഒരു വിശ്വാസമായിട്ടില്ല. എനിക്കറിയാം നീ വിശ്വസിക്കില്ല എന്ന്. പക്ഷേ 2.5 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആ ഒരു കേസ്, അത് ആ ഫയല് കിട്ടുകയാണെങ്കിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ ആരാണ് നമ്മളെ ഒറ്റിയതെന്ന്. അതുകൊണ്ട് തന്നെ അതറിയാൻ വേണ്ടി ഇവർ 3 പേരും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ 3 പേരെന്ന് വെച്ചാൽ മെറിൻ, അലോനി, അതുപോലെ തന്നെ ആ ഒരു ബാർ ലേഡി. ഈ ബാർ ലേഡിക്ക് കസ്റ്റം ഓഫീസർ ഉണ്ടല്ലോ ഇയാളുടെ സഹായി, അതായത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓഫീസറുമായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻ മുതലെടുത്തുകൊണ്ട് ബാർ ലേഡി രാത്രി ഇയാളുമായിട്ട് മറ്റേ പരിപാടിക്ക് പോവാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മെറിനും അലോനിയും കൂടി ഫയർഫോഴ്സിലേക്ക് വിളിച്ചിട്ട് ഇവിടെ തീ പിടിച്ചു എന്നൊക്കെ പറയാണ്. അധികം വൈകാതെ ഫയർഫോഴ്സിന്റെ ഓഫീസേഴ്സ് ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. ഇവരുടെ ഒച്ചപ്പാടും ബഹളം കേട്ടപ്പോൾ ഇയാൾ താഴേക്ക് വരികയാണ്. പക്ഷെ മുകളിൽ പെണ്ണുണ്ട്. അപ്പൊ ഇവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണല്ലോ. അപ്പൊ അതിനുള്ള ആ ഒരു തന്ത്രപ്പാടിലാണ് ഈ ഒരു ഓഫീസർ. ഇതേ സമയത്ത് തന്നെ ഈ ബാർ ലേഡി ഇവരുടെ മെയിൻ ഓഫീസിലേക്ക് കയറിയിട്ട് 2.5 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കേസ് ഫയൽ തപ്പി പിടിക്കുകയാണ്. എന്നിട്ട് മറ്റേ ഒരു ഓഫീസർ എത്തുന്നതിന് മുന്നേ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫയൽ മെറിന്റെയും അലോനിയുടെയും കയ്യിൽ കൊടുക്കുകയാണ്. ആ കേസ് ഫയൽ ഇവർ വായിച്ചു നോക്കുമ്പോൾ ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത്, ആ ഒരു ഡാറ്റ അതിലുണ്ടാവുമല്ലോ, അത് മറ്റാരുമല്ല നമ്മുടെ അപ്പുണ്ണി തന്നെ. കേട്ട സമയത്ത് നമ്മുടെ മെറിന്റെ ഉള്ളിലേക്ക് ഒരു പീരിയങ്ങട് കയറാണ്ട്. കാരണം ഒരു കുഞ്ഞ് അനിയനെ പോലെ അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ കാണിക്കുന്ന തെമ്മാടിത്തരൊക്കെ ഓക്കെ, അതൊക്കെ മെറിൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അങ്കിള് എത്രയോ ദിവസം നമ്മളെ തീറ്റിപ്പോറ്റിയ മനുഷ്യനാണ്. പിന്നെ ആ പാവം ചെറുക്കന് ഇവരെ രണ്ടുപേരെയും മരണത്തിന് കാരണമായ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ പറയണം. ഒരു കത്തി എടുത്തുകൊണ്ട് നേരെ ബീച്ചിലേക്ക്, അതായത് പോർട്ടിലേക്ക് പോവാണ് മെറിൻ. എന്തിന്? അവനെ കൂത്തി കൊല്ലാൻ തന്നെ. മാത്രല്ല ഇപ്പൊ ഈ ഒരു അപ്പുണ്ണിയുടെ അടുത്ത് ഒരു 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഒരു 10-30 ആൾക്കാർ അവന്റെ അടുത്തേക്ക് വരികയാണ്. അതായത് പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ഇതുപോലെ ഒറ്റയടിക്ക് പുറത്തുനിന്ന് ആളെ ഇറക്കണമെങ്കിൽ ഇവിടെ എന്തോ ഒരു പരിപാടി ഇവന്മാര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അധികം വൈകാതെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ ഒരു സമയത്ത് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീരാൻ പോകുന്നത് നമ്മുടെ മെറിനായിരിക്കും. അതുകൊണ്ട് തന്നെ അവളെ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവുകയാണ്. അതുപോലെ ആ ഒരു ബാർ ലേഡി ഈ കസ്റ്റം ഓഫീസർ ഉണ്ടല്ലോ ഇയാൾ പൊക്കിയിട്ടുണ്ട്. കാരണം തെറ്റായ വിവരമാണ്, ഇവരെ കബളിപ്പിക്കാൻ നോക്കിയതാണ് ഈ ബാർ ലേഡിയും ആ ഒരു ടീമും കൂടെ എന്ന് ഇയാൾക്ക്, അതായത് കസ്റ്റം ഓഫീസറിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ അലോനി അതുപോലെ തന്നെ ബോസ് രണ്ടുപേരും കൂടെ വേറൊരു ഭാഗത്ത് മീറ്റിംഗ് കൂടുകയാണ്. അതുപോലെ തന്നെ ബോസ് ഒരു കാര്യം ഈ അലോനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അപ്പുണ്ണി നമ്മളെ ചതിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് ഈ ചതി. അങ്ങനെയുള്ളവന്മാരെ ഫീൽഡിൽ നിർത്താൻ പറ്റില്ല, തട്ടിക്കളയണമെന്ന് തന്നെ ബോസ് പറഞ്ഞിട്ടുണ്ട്. സോ അതിനായിട്ടുള്ള ഏർപ്പാടും ബോസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു വർക്ക് കൂടെ അലോനിക്ക് കൊടുക്കുകയാണ്. അന്ന് വന്നിലൊരു പെട്ടി, അതുപോലെ മറ്റൊരു പെട്ടി കൂടെ വരുന്നുണ്ട്. നീ പോയിട്ട് അത് അവിടെ നിന്ന് എടുക്കണം എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും അലോനിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവള് പറയണ, ഡോ നിനക്ക് നിന്റെ ആ ഒരു പെട്ടി കിട്ടിയാൽ മാത്രം മതിയോ, അവിടെ മുഴുവൻ സ്രാവുകളാണ്, ഞാൻ ചത്തുപോടാ. ഇപ്പൊ ബോസ് പറയുന്നുണ്ട്, നീ എന്തായാലും കുറച്ച് റിസ്ക് എടുത്തു നോക്ക്, സാധനം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു തുക നിനക്കും കിട്ടും. ഇപ്പൊ ഇവരിങ്ങനെ ഈ ഹോട്ടലിൽ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ അപ്പുണ്ണി കുറച്ച് ആൾക്കാരെ നേരത്തെ കണ്ടില്ലേ, ഇവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ്. കാര്യം എന്താണെന്നല്ലേ, അപ്പുണ്ണിയെ തട്ടാൻ
തട്ടാനായിട്ട് ബോസ് ശ്രമിക്കുന്നുണ്ട്. ആ കാര്യം അപ്പുണ്ണിക്ക് മനസ്സിലായി. സോ ഇയാളെ നേരത്തെ പോയി അങ്ങ് തട്ടുകയാണെങ്കിൽ ഇയാളുടെ ഏരിയ കൂടെ നമ്മുടെ അപ്പുണ്ണിക്ക് കിട്ടുമല്ലോ. സോ ഈ ഒരു ഏരിയയിലെ ഇപ്പോഴത്തെ ബോസിന്റെ ഒരു പൊസിഷനിലേക്ക് അപ്പുണ്ണിക്ക് വരാൻ പറ്റും. സോ ഈ ബോസിനെ തട്ടാനായിട്ട് തന്നെയാണ് അപ്പുണ്ണി ആൾക്കാർ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ബോസിനൊരു ബോഡി ഗാർഡ് ഉണ്ട്, ഒരു ഒറ്റക്കണ്ണൻ. ആള് ചില്ലറക്കാരനല്ല, നല്ല ഗംഭീര ഫൈറ്ററാണ്. ഇയാളുടെ മുന്നിൽ കുറച്ചു പേർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒരു പരിധിയില്ലേ, അവസാനം എല്ലാം കൂടി പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഈ മനുഷ്യനെ കുത്തി കൊന്നുകളയാണ്. അതുപോലെ ബോസ് ഇപ്പൊ അലോനിയുമായിട്ട് നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. അവൾ അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോസ് പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ വന്ന് ഈ അപ്പുണ്ണിയുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നൊരു ഘട്ടത്തിൽ ബോസിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ആളുണ്ടല്ലോ. സോ ബാത്റൂമിലേക്ക് വലിച്ചിട്ട് കൊണ്ടിട്ടാണ് അവിടെ വെച്ച് ചറ പറയാന്ന് പറഞ്ഞിട്ട് ബോസിനിട്ട് കുത്തുന്നുണ്ട്. അതുപോലെ അവിടെ ഇപ്പോൾ അലോനിയെ കാണുകയാണ്. അവളെയും കൊന്നു കളയാൻ വേണ്ടി അപ്പുണ്ണി വരുന്ന സമയത്ത് ഇപ്പൊ അലോയും പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ കൊല്ലരുത്, കാരണം ഇയാൾ ഇപ്പൊ അവസാനമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന 100 കോടിയുടെ ഒരു വർക്ക് ഉണ്ട്, ഫുള്ള് ഡയമണ്ട്സ് ആണ്. അതെവിടെയാണ് വീഴാന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ, എന്നെ ഇപ്പൊ കൊന്ന അത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയണം. ഓഹോ അങ്ങനെയാണെങ്കിൽ വാ നമുക്കത് പോയി എടുക്കാന്ന് തന്നെ അപ്പുണ്ണി പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാർ ലേഡിയെ അടിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് ആ ഒരു കസ്റ്റം ഓഫീസർ. ഈ ഒരു വിവരം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ മെറിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ബാർ ലേഡിയെ രക്ഷപ്പെടുത്തണമല്ലോ, ഇവർക്ക് വേണ്ടി ഇവരുടെ കൂടെ നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നമ്മുടെ മെറിൻ ഒരു കളി കളിക്കുന്നുണ്ട്. ഡോ ഇവളിട്ട് ഇങ്ങനെ തല്ലല്ലേ, നിങ്ങൾക്ക് ഇട്ട് പണി തന്നത് മറ്റാരുമല്ല അപ്പുണ്ണി തന്നെയാണ്. അവൻ പറഞ്ഞിട്ടാണ് ഇതുപോലെ ഞങ്ങൾ നുണ പറഞ്ഞത്. അതുപോലെ ഇവളെ നീ ഇപ്പിട്ട് അടിക്കുന്നുണ്ടല്ലോ, ഇതും നിങ്ങൾക്കുള്ള ഒരു ട്രാപ്പാണ്. ഈ സമയത്ത് അവൻ അവിടെ വെച്ച് മറ്റെന്തോ ഒരു വലിയ പരിപാടി നടത്താൻ പോകുന്നുണ്ട്, അതും കോടികളുടെ പരിപാടി. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം മെറിൻ ചുമ്മാ അടിച്ചു വിട്ടതാണ് കേട്ടോ. എന്നാൽ അത് സത്യമായിരുന്നു. അങ്ങനെ ഒരു പരിപാടി അപ്പുണ്ണി ഇപ്പോൾ അലോനിയും കൂട്ടിയിട്ട് പോയി ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് കസ്റ്റം ഓഫീസർ എത്തുകയാണ്. കയ്യോടെ തന്നെ അപ്പുണ്ണിയെ പൊക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓഫീസറുടെ കയ്യിൽ ഇപ്പൊ ഇവര് 3 പേരുണ്ട്, മെറിൻ, അലോനി, ബാർലേഡി. ഇപ്പൊ അവിടെ വെച്ച് ബാർലേഡി ഭയങ്കര ഒരു ഓസ്കാർ ലെവൽ പെർഫോമൻസ് നടത്താണ്. അയ്യോ അപ്പുണ്ണി ക്ഷമിക്കണടാ, അറിയാതെ ഞാൻ പറഞ്ഞു പോയടാ. അതായത് അപ്പുണ്ണിക്കിട്ട് നല്ല പണി കൊടുക്കാണ് ആര്, ഈ ഒരു ബാർലേഡി തന്നെ. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു കസ്റ്റം ഓഫീസർ അപ്പുണ്ണി ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ അലോനി പറയണ, സാറേ പറഞ്ഞത് ശരി തന്നെയാണ്, ഈ അപ്പുണ്ണി ഇപ്പൊ വലിയൊരു ഡീല് നടത്താൻ പോവായിരുന്നു. കടലിനടിയിൽ ഓൾറെഡി ആ ഒരു പെട്ടി വന്ന് എടുക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ, എത്ര കോടി മതിപ്പുള്ള സാധനം ചോദിച്ചപ്പോ പല കോടി മതിപ്പുണ്ട് സാറേ. ഇപ്പൊ നൈസായിട്ട് ഈ ഒരു കസ്റ്റം ഓഫീസർ ഉണ്ടല്ലോ, ഇയാൾ അപ്പുണ്ണി വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, ആ സാധനം എനിക്ക് വേണം, ഇവിടെ എന്ത് നടക്കുന്നു ആര് ചാകുന്നു ഒന്നും എനിക്കറിയില്ല, നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, നമുക്ക് പോയിട്ട് സാധനം എടുത്തിട്ട് വരാന്ന് ഈ കസ്റ്റം ഓഫീസർ പറയാണ്. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചത് ഭയങ്കര എന്താ പറയാ ദേശബോധം ഉള്ളിൽ കയറിയ ഭയങ്കര സത്യസന്ധവാനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ഒരു കസ്റ്റം ഓഫീസർ എന്നാണ്. എന്നാൽ ഇയാൾ വലിയ ഭൂലോക തരികടയാണ്. അങ്ങനെ ഇവര് കടലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കസ്റ്റം ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ ഇയാളുടെ കൂടെ വേറൊരു ഓഫീസറും ഉണ്ട്. പിന്നെ ഈ ഒരു അപ്പുണ്ണി, ഇവന്റെ കൂടെ വേറൊരു 4-5 പേര്, കൂടെ തന്നെ മെറിൻ, അലോനി, ബാക്കിയുള്ള 3 ഡൈവേഴ്സ് ആയിട്ടുള്ള ഇവരുടെ ആ ഒരു കൂട്ടുകാരികൾ, കൂടെ തന്നെ നമ്മുടെ ബാർലേഡിയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഈ അലോനി പറഞ്ഞ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി താഴേക്ക് ചാടിയിട്ട് ആ ഒരു പെട്ടിയും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇവരിനി തിരിച്ചു വരണം. എന്നാൽ ചാടുന്ന സമയത്ത് തന്നെ കസ്റ്റം ഓഫീസർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊന്നു മക്കളെ എനിക്കിട്ട് പണിയാൻ നോക്കിയാ നിങ്ങളുടെ കൂട്ടുകാരി ഈ ബാർലേഡി ഇവിടെ ഉണ്ട്, ഞാൻ കൊന്നു കളയെന്ന് പറയണം. ഇല്ല സാറേ ഞങ്ങളൊരു ഉടായ്പും കാണിക്കില്ല, ആ സാധനമല്ല നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാം, അവളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേര് 5 പേരും താഴേക്ക് ഊളിയിട്ട് പോവാണ്. എന്ന് ഇതുകൊണ്ടും ആ ഒരു ഓഫീസർ നിർത്തിയില്ല. ഇയാളിപ്പോ അപ്പുണ്ണി ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു 4 പേര് ഇവരുടെ കെട്ടഴിച്ചിട്ട് പറയാണ്, അവരുടെ പിന്നാലെ തന്നെ പോവുക, നിങ്ങൾ ഓക്സിജൻ സിലിണ്ടർ അതുപോലെ തന്നെ മാസ്ക് ഇതെല്ലാം ഉപയോഗിച്ചോ. അവരുടെ കയ്യിലേക്ക് ആ ഒരു പെട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ അടിയിൽ വെച്ച് അവരെ തട്ടിക്കളഞ്ഞേക്ക്, എന്നിട്ട് അതുമായിട്ട് നീ മുകളിലേക്ക് വന്ന് അപ്പുണ്ണിയോട് പറയാണ്. അതുപോലെ തന്നെ അപ്പുണ്ണി ചോദിക്കാണ് വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോന്ന്. ഇപ്പൊ കസ്റ്റം ഓഫീസർ പറയണ, ഒരു പണി കൂടെ ഉണ്ട്, എന്റെ കൂടെ ഒരുത്തും വന്നില്ലേ, ദാണ്ടെ അവിടെ നിൽക്കുന്ന അവൻ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പരിപാടി മുഴുവൻ ഇവൻ അവിടെ പോയി പറയും, അത് നമുക്ക് 2 പേർക്കും ക്ഷീണാവും. ഇതേ സമയത്ത് തന്നെ അപ്പുണ്ണി പതിയെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. പാവം ആ ഒരു ഓഫീസറെ, ഒരു ചെക്കനാണ്, അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. പിന്നീട് കയറ് കെട്ടി അതിലൊരു കല്ലും കെട്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതിനുശേഷം അപ്പുണ്ണിയും ടീമും കൂടെ ഓക്സിജൻ മാസ്ക് ഇതെല്ലാം വെച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവാണ്. എന്നാൽ ഇവർക്ക് വെള്ളത്തിനടിയിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ ഈ ഒരു എന്താ പറയാ മാസ്കും ഓക്സിജൻ സിലിണ്ടറും ഇതൊക്കെ വേണം. എന്നാൽ നമ്മുടെ പെമ്പിള്ളേർക്കോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവരെത്ര കാലമായിട്ട് കടലിന്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ പയറ്റി വളർന്നതാണ്. അതുകൊണ്ട് തന്നെ പെമ്പിള്ളേരെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ശ്വാസം എടുക്കാനായിട്ട് മുകളിലേക്ക് ഒരാൾ പൊങ്ങി വന്നപ്പോ ഇപ്പൊ ഈ ഒരു കസ്റ്റം ഓഫീസർ പറയണ, ഡേയ് ആ ഒരു പെട്ടിയൊന്നും എടുക്കാതെ മുകളിലേക്ക് പൊന്തി വരണ്ട താവടി എന്ന് പറയണം. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമ്മുടെ ബാർലേഡിക്ക് പറ്റിയില്ല. എന്റെ കൺമുന്നിൽ വെച്ച് ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നു, എന്റെ കൂട്ടുകാരികളെ തന്നെ കൊല്ലാൻ നോക്കുന്നു. നല്ല ദേഷ്യം വന്ന ബാർലേഡി ഇയാളെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഒരേറ്റ ചാട്ടാണ്. വെള്ളത്തിനടിയിൽ നമ്മുടെ പെമ്പിള്ളേരുണ്ടല്ലോ വെറുതെ വിടുവോ, ഇയാൾക്കിട്ട് നല്ല പണി കൊടുക്കണം, വലിച്ചിട്ട് താഴേക്ക് കൊണ്ടിടുകയാണ്. ഇയാളെ സ്പോട്ടിൽ തീരുന്നുണ്ട്. അതുപോലെ ഇവര് തപ്പി അവസാനം ആ ഒരു പെട്ടിയും കിട്ടിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട്സ് ആണ് ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ. അങ്ങനെ ആ ഒരു പെട്ടിയുമായിട്ട് ഇവര് മുകളിലേക്ക് വരുന്ന സമയത്ത് ഷാർക്ക്, അതായത് സ്രാവുകള് ഇവിടെ ഇങ്ങനെ വാട്ടർ ഇട്ട് ചുറ്റുന്നുണ്ട്. അധിക നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് സ്രാവിന്റെ ലഞ്ചായിട്ട് ഇവർ മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടിയേക്കാൾ മുഖ്യം ജീവൻ രക്ഷപ്പെടുത്തലാണ്. ഇവരുടെ പിന്നാലെ തന്നെ ആ അപ്പുണ്ണി, അവനിപ്പോഴും ചത്തിട്ടില്ല, ഇവൻ അങ്ങനെ കയറി വരാൻ നോക്കുകയാണ്. എന്തായാലും മെറിൻ ആ ഒരു പെട്ടിയിൽ പിടുത്തം വിടുകയാണ്. ജീവൻ മതി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ബോട്ടിന്റെ മേലേക്ക് എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറുകയാണ്. പക്ഷെ താഴെ ഉണ്ടായിരുന്ന അപ്പുണ്ണി ആ ഒരു സ്രാവിന്റെ കയ്യിൽ പെട്ടുപോവാണ്. അതുപോലെ ഇവർ 5 പേര് മുകളിലേക്ക് വന്നല്ലോ. എന്നാൽ ബാർലേഡി അവൾക്ക് ഇങ്ങനെ ഈ കടലിലേക്ക് ഇറങ്ങി വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
ഉണ്ടല്ലോ നന്നായിട്ട് വെള്ളം കുടിച്ചു പോയി. സോ ആ ഒരു വെള്ളം എല്ലാം ഞെക്കി ഞെക്കി കളഞ്ഞോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരാരും ഒരിക്കലും വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം നടക്കുകയാണ്. അതായത് ആ സ്രാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട ആ പെട്ടിയുമായിട്ട് അപ്പുണ്ണി മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. കയ്യിൽ ഗണ്ണുണ്ട്. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന് പറയാണ്. അതുപോലെ തന്നെ നിങ്ങളായിട്ട് സ്രാവിന്റെ ഇരയായിക്കോ, അല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കൊന്നു കളയെന്ന് തന്നെ പറയുന്നുണ്ട്. സോ മറ്റൊരു രക്ഷയില്ലവർക്ക്, ഇവരുടെ കയ്യിൽ ഗണ്ണുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ താഴേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ ഇവർ മറ്റൊരു പരിപാടി കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് നീന്തി പോകാനോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാനോ നിൽക്കാതെ ഇതേ ബോട്ടിന്റെ അടിയിൽ തന്നെ ഇവരെല്ലാവരും അള്ളി പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. മാത്രല്ല ഇപ്പൊ ബോട്ടിൽ അവൻ ഒറ്റയ്ക്കാണല്ലോ അപ്പുണ്ണി. മാത്രല്ല അവന്റെ കയ്യിൽ ആ ഒരു പെട്ടിയുണ്ട്. അവനിപ്പോ ഭയങ്കര ആർത്തിയോട് കൂടിയിട്ട് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ സ്വർണവും അതുപോലെ തന്നെ ആ ഒരു ഡയമണ്ട് ഇതെല്ലാം കിടന്ന് തിളങ്ങുകയാണ്. അതുപോലെ തന്നെ അപ്പുണ്ണിയുടെ മോന്തയും തിളങ്ങാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പെമ്പിള്ളേർ ഒരു പരി കാണിക്കുകയാണ്. അധികം വൈകാതെ അവൻ ഈ ഒരു ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകും. ഇവര് വേഗം എന്താക്കി, ഇതിന്റെ നങ്കൂരം ഓൾറെഡി താഴെ ഉണ്ടല്ലോ, ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ ഇടയിലേക്ക് കുടുക്കി കളയാണ്. എന്നിട്ട് ഇവർ പഴയതുപോലെ തന്നെ ബോട്ടിന്റെ അടിയിൽ വന്നിട്ട് അള്ളി പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോ ഈ ഒരു അപ്പുണ്ണി വന്നിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും ബോട്ട് അനങ്ങുന്നില്ല. നങ്കൂരം സ്റ്റക്ക് ആയതാണെന്ന് അപ്പുണ്ണിക്ക് മനസ്സിലായി. വേഗം അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു നങ്കൂരത്തിന്റെ കയറ് ഇത് പിടിച്ച് വലിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതിന്റെ പിറകു ഭാഗത്തുകൂടി നമ്മുടെ പെൺപിള്ളേര് 5 പേരും ബോട്ടിലേക്ക് കയറി വരികയാണ്. അതുപോലെ തന്നെ ഇവന്റെ ഗണ്ണ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുമാതിരി പെട്ട അവസ്ഥയിലാണ് അപ്പുണ്ണി. ഇപ്പോ അവനിപ്പോ ആ ഒരു ബോട്ടിന്റെ തുഞ്ചത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബോട്ട് പതിയെ മുന്നോട്ടേക്ക് മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ആ ഒരു തങ്കൂരാണെങ്കിൽ താഴെ ടൈറ്റായി നിൽക്കുകയാണ്. കയറിങ്ങനെ ടൈറ്റായി വന്ന് അവസാനം കയറങ്ങോട്ട് പൊട്ടുകയാണ്. ആ കയറ് വന്നിട്ട് ഇവന്റെ മുഖത്ത് തന്നെ അടിക്കുകയാണ്. കർമ്മ എന്ന് പറഞ്ഞ സാധനം അത് ഇതാണ്. മോന്തയ്ക്ക് ഇതുപോലെ കയറ് വന്ന് അടിച്ചപ്പോൾ കൺട്രോൾ പോയിട്ട് അവനായിട്ട് തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് അറിയാതെ ചെന്ന് വീഴുകയാണ്. ശരിക്കും പെട്ടു എന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഇവിടെ കിടന്ന് യാചിക്കല്ലാതെ വേറൊരു വഴിയില്ല. 2.5 വർഷം മുന്നേ എങ്ങനെയായിരുന്നു ഇവരുടെ അടുത്ത് ഈ അപ്പുണ്ണി, അതുപോലെ തന്നെ ഇപ്പൊ കിടന്ന് ചേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ മെറിനെ നോക്കിയിട്ട് പറയണേ, ചേച്ചി നിങ്ങൾ എന്നെ എത്ര ഒരു അനിയനെ പോലെ നോക്കിയതല്ലേ, നിങ്ങൾക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു, പ്ലീസ് ചേച്ചി ആ ഒരു സ്രാവ് വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെറിന്റെ മുഖം പതിയെ മാറുന്നുണ്ട്. ഒരിച്ചിരി സാധാരണമുള്ള കൂട്ടത്തിലാണ്. അവളുടെ മുഖം മാറുന്നത് അലുനി കാരണമാണ്. മെറിനെ അത് വേണ്ട, പണി വീണ്ടും മേടിക്കണ്ട, അവളുടെ കയ്യിൽ ആ ഒരു ഗണ്ണ് മേടിക്കണം. എന്നിട്ട് അതും വെച്ച് ഒരൊറ്റ എറ് കൊടുക്കാണ് ഈ അപ്പുണ്ണിയുടെ മണ്ടക്കെട്ട് തന്നെ. അധികം വൈകിയില്ല, അവന് സ്രാവ് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോവാണ്. ഇന്നത്തെ ലഞ്ച് അവൻ തന്നെ. അതുപോലെ തന്നെ ബോട്ടിലെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന റൂം ഉണ്ടല്ലോ, ആ ഒരു ക്യാബിൻ അതൊഴിഞ്ഞു കിടക്കുകയാണ്. അതൊഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ അതിന്റെ ഉള്ളിൽ കയറണ്ടേ? അത് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ. ഇപ്പൊ അലോനി പറയാണ് ഒഴിഞ്ഞു കിടക്കുകയാണ്, മെറിനെ അതിലേക്ക് പോകുന്നു. എല്ലാവരും മെറിനൊന്ന് നോക്കുകയാണ്, എല്ലാവർക്കും ഓക്കെയാണ്. സോ മെറിനായിട്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്, ഇവരുടെ ലീഡറായിട്ട് മാറുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ ബോട്ടുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. മാത്രമല്ല ഇവരുടെ കയ്യിൽ കോടികൾ മൂല്യമുള്ള ആ ഒരു ഡയമണ്ട്സും ഉണ്ട്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ആ ഒരു ബോസിനെ കാണിക്കുകയാണ്. അപ്പുണ്ണിയുടെ ആൾക്കാർ വന്ന് കുത്തി മലത്തിയെങ്കിലും ഇയാൾ ചത്തിട്ടില്ലായിരുന്നു. ഇയാൾ ഇപ്പോഴും ജീവനോട് ബാക്കിയുണ്ട്. ഇയാൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പൂണിലേക്ക് ഒരാൾ വന്നിട്ട് ഒരു ഡയമണ്ടിന്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ അലോനി തന്നെ. ഒരു ഞെട്ടലോട് കൂടിയിട്ട് ബോസ് ഇപ്പോൾ അവളെ നോക്കുകയാണ്. സാധനം എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, സേഫ് ആണെന്ന് പറയണം. പിന്നെ അപ്പുണ്ണി അവന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ബോസ് ഹാപ്പി ആവാണ്. എന്തായാലും ഇതിന്റെ നല്ലൊരു വിഹിതം തന്നെ നമ്മുടെ പെൺപിള്ളേർക്ക് കൊടുക്കും. അവരുടെ ലൈഫ് സെറ്റാണ്. മാത്രമല്ല ഇനി അവരുടെ ബിസിനസ് ഈ ബോസുമായിട്ട് നേരിട്ടാണ്. ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് ഇനി ആയിട്ട് വരാനും പോകുന്നില്ല. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയിട്ടാണ് മൂവിയുടെ തീരുന്നത്. കഥ എങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടമായ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ. ഇതുപോലുള്ള കഥകൾ വേണമെങ്കിൽ അതും നിങ്ങൾ പറയാ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.